എന്താ എന്ത് പറ്റി? മുട്ടിയിടിച്ച് വീണു. ഓ, ഞാൻ വിചാരിച്ച താടക വന്ന് കയറി. എവിടെ നോക്കട്ടെ. ജ്യൂസ് എവിടെ? ഓ, ഇപ്പൊ കൊണ്ടുവരാം. എന്താ? ഒന്നുമില്ല. ജ്യൂസ്? ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരാം. തന്നോട് ആരെവിടെ വരാൻ പറഞ്ഞത്? നീ എന്താ വിചാരിച്ചേ? നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തി കാണും. നീ ഇയാളും കൂടെ പണവും പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയല്ലായിരുന്നു. तुम पास आए यूं मुस्कुराए तुम जाने ഇവിടെ വേണോ? ഇവിടെ എന്താ ആർക്കായി ജ്യൂസ്? നിനക്ക്? എനിക്കോ? ആ പാട്ട കാറൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് എത്ര കാലായി? വഴിക്കത് പഞ്ചറായി, ടയർ മാറ്റി, വീണ്ടും പഞ്ചറായി, ഇനി വീണ്ടും ടയർ മാറ്റി മലാട് വരെ എത്തുമ്പോഴേ അമ്പലവും പൊട്ടി 7 വർഷം കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഇഞ്ഞു പോന്നു. ആ വർക്ക്ഷോപ്പുകാരനോട് വണ്ടി നന്നാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വെറുതെ കിടന്ന് ചുമക്കുന്നത്? മരുന്ന് എടുത്ത് കഴിച്ചൂടെ? നമ്പീശത്തിന് ആരോട് സംസാരിക്കണേ? നിന്റെ അമ്മയോട്. അമ്മ പുറത്തിരിഞ്ഞ് നിൽക്കല്ലേ? നിന്റെ അമ്മയുടെ പുറകിലുണ്ട് 3 കണ്ണ്. അതൊന്നുമല്ല, നമ്പീശ വാതിൽ പുറകിൽ ആരോട് സംസാരിക്കില്ല. നിനക്ക് തോന്നിയതാവും. തോന്നിയതൊന്നുമല്ല, ഞാൻ കണ്ടതാ. നിങ്ങൾ ഇങ്ങോട്ട് മാറിയിരിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. എന്താ ഈ വീട്ടിൽ എന്റെ വാക്കിനൊരു വിലയില്ല. ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമില്ല. വിശ്വസിക്കും? വാക്കെടുത്ത കള്ളല്ലേ പറയുള്ളൂ. ഞാൻ മാറിയില്ല. ഞാൻ മാറിയില്ല. ഞാൻ മാറിയില്ല. അയ്യോ, ആരാടി വാതിലിന്റെ പുറകില്? നിന്റെ അമ്മയുടെ വായനോ? എവിടെടി? എവിടെടി? നീ ആരടി കണ്ടത്? നിനക്ക് കാര്യടി കാണണ്ട. പറയടി. അധികം സംസാരിക്കൊന്നും വേണ്ട. സംസാരിക്കും. ഇവിടെ ആരാ വന്നിട്ടുണ്ട്? ആരാച്ചാര്? എനിക്കറിയാം. വീട്ടിൽ ആരാ വന്നിട്ടുണ്ട്? അവർക്ക് വേണ്ടിയാ താൻ ജ്യൂസ് ഉണ്ടാക്കി. കിണിക്കണ്ട, കിണിക്കണ്ട. പുറത്തൊരു കാർ കിടപ്പുണ്ടല്ലോ. പുക്കാറൊന്നുമല്ല, കാറ്. തനിക്കിപ്പോ ചെവിയും കേട്ടുവിടാതായോ? ഇവിടെ ആരും വന്നതല്ലെന്നേ. ഇവിടെ വന്നതല്ലെങ്കിൽ ഇവിടത്തെ മുറ്റത്ത് എങ്ങനെയാ കാർ കിടക്കുന്നത്? സത്യം പറയണോ? ആർക്കാ ജ്യൂസ് ഉണ്ടാക്കിയത്? ഞാനോ ജ്യൂസ് കുടിക്കില്ല. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇല്ല. പുറത്തൊരു കാർ കിടപ്പുണ്ട്. സത്യം പറഞ്ഞോണം, ഉരുണ്ട് കളിക്കരുത്. ഞാൻ നിന്റെ ജ്യൂസ് റെഡിയാ. ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അപ്പൊ കേട്ടോ നമ്പീശ, കേസിന്റെ പൊസിഷൻ ഇപ്പൊ എങ്ങനെയാണ്? വാദിയും പ്രതിയും ഒരേ മുറിയിലായതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാക്ഷി വേണം. പിന്നെ ആ ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആരെങ്കിലും വിളിച്ചൊന്ന് നന്നാക്കണം. നിങ്ങളാരാ? ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താടക? എപ്പോ? നമ്പീശ, എന്നെ താടകാന്ന് വിളിച്ചോ? ഞാൻ ഒരു നാടകത്തിന്റെ അതല്ല ചേട്ടാ. ചേട്ടൻ പറഞ്ഞില്ല ഈ വീട്ടിലൊരു താടകയുണ്ടെന്ന്. അവരിവരാ? നമ്പീശ, ആര്? അതെ, കേസിനെടുത്ത നാടക. ഏത് കേസ്? പൂച്ച കച്ചവടത്തിന്റെ. അതെ, പൂച്ച കച്ചവടം. അത് നഷ്ടമായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ലാഭമായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാറിനെ കൊന്ന? പൂച്ച ആറിനെ കൊന്ന? അച്ചാർ ഇന്ന് പൂച്ച ചത്ത്. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് കേസ്, ഏത് അച്ചാറ്, ഏത് പൂച്ച? ആരാ ഇയാള്? എന്റെ പേര് ജനാർദ്ദന പൈ. ഈ പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? പയ്യൻ കോ എന്ന് കേട്ടിട്ടുണ്ടോ? പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? അത്ര അറിഞ്ഞാൽ മതി. ഞാൻ ഈ സാറുമായിട്ട് ഒരു കേസിന്റെ ഡിസ്കഷന് വന്നതാ. ഞാൻ വന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞാൻ ടോയ്ലറ്റിലായിരുന്നു. വെളിയിൽ കിടക്കുന്ന കാറ്? അതെ, എന്റെ കാർ. എന്റെ കാർ. വഴിയിലാണോ കാർ ഇടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാർ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ പുരപ്പുറത്താണ് കാർ ഇടുന്നത്. ആണോ നമ്പീശ? അല്ലല്ല. ഓക്കെ, സോറി. അപ്പൊ കേസിന്റെ കാര്യം നാളെ നമുക്ക് കോർട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ബൈ. അമ്മേ, ദേ ഒരു മാല. മാലയോ? ഇതേതാ ഈ മാല? ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ?
ഓ ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. എനിക്കിഷ്ടായി. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവൂന്ന്. മാല ഇഷ്ടായി, നമ്പീശനെ ഇഷ്ടായി. സത്യം പറഞ്ഞ കുറെ നാളായിട്ട് ഇപ്പഴാ നമ്പീശനെ ഇഷ്ടായത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അതെന്റെ ചേട്ടനായിരുന്നു. ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ആളിത്തിരി വട്ടനാ. ഇടയ്ക്ക് കുറച്ചു കാലം അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഇനി വരില്ല. ഏട്ടനല്ലേ കാണണമെന്നില്ലേ? പിന്നെ അതുകൊണ്ടല്ലേ വിളിച്ചത്. നാളെ കാണണം. ഒറ്റയ്ക്ക് വന്നാൽ മതി. എവിടെ? കോർട്ടിലോ? ബാന്ദ്ര ടാങ്കിന് പുറകുവശത്തുള്ള റോഡിൽ നമ്പർ 22. ഓ, നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ആ വീടല്ലേ? പക്ഷേ എന്റെ മാല കൊണ്ടുവരാൻ മറക്കരുതേ. വേണ്ട, ഇനി വൈരമാല വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. കടക്കാര് തിരിച്ചു ചോദിക്കുന്നു. തന്നോട് ആര് പറഞ്ഞു കാശ് കടം വാങ്ങിക്കാൻ? അയ്യോ അതല്ല, സ്വർണ്ണക്കടക്കാര്. അവര് മറ്റാർക്കോ വേണ്ടി പണിത മാലയാ. അബദ്ധത്തിന് നമ്മുടെ തന്നതാ. അതാ തിരിച്ചു ചോദിക്കുന്നത്. നമ്പീശ, ഓ, തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂ. എന്നാ കേട്ടോ, കേൾക്കാം. എന്ത് വന്നാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. ആ മാല തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം? അതിലും മനോഹരമായ ഒരെണ്ണം വേണ്ട, അതെന്റെ അമ്മ മരിക്കും മുൻപ് എനിക്ക് തന്നതാ. എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എലീന കരണ്ട, ഞാൻ ആ മാല എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരാം. എനിക്കറിയാം ഞാൻ എന്ത് ചോദിച്ചാലും തരൂന്ന്. ചേട്ടന്റെ ആ ബാങ്ക് മോഷണ കേസില്ലേ, അതിലെ ആ പ്രതി ശരിക്കും മോഷ്ടിച്ചതാ? അവൻ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ, അവൻ തന്നെ മോഷ്ടിച്ചത്. എന്നാ പിന്നെ ആ പണം എവിടെ ഉണ്ടാവുക? അതൊരു രഹസ്യമാണ്. ആരാ? 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 ആരില്ല. കഴിഞ്ഞ തവണ എലീന എന്നെ കാണാൻ വീട്ടിൽ രേഭ്യം കയറി വന്നല്ലോ. അവന്റെ പേരെന്താ?